ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി ലുക്കപ്പും എച്ച് ലുക്കപ്പുമാണ്. വി ലുക്കപ്പും എച്ച് ലുക്കപ്പും. വി ലുക്കപ്പ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ലുക്കപ്പ്. വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഇങ്ങനെ വെർട്ടിക്കൽ കോളംസ് ആണ് വെർട്ടിക്കൽ ലുക്കപ്പ്. ഹൊറിസോണ്ടൽ വെച്ചാൽ ഇങ്ങനെ വരിക. ഓക്കെ, ഹൊറിസോണ്ടൽ ഇങ്ങനെ. ടേബിൾ ഹൊറിസോണ്ടലിലാണെന്നുണ്ടെങ്കിൽ എച്ച് ലുക്കപ്പ് ഉപയോഗിക്കാം. ടേബിൾസ് വെർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ലുക്കപ്പ് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ എക്സലിൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ ഓക്കെ, ഇതിൽ തന്നെ കിട്ടെ. ഇതിൽ ഓൾറെഡി ഒരു ടേബിൾ ഉണ്ടല്ലോ. ഓക്കെ, ആ എച്ച് ലുക്കപ്പിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, ഡിഫോൾട്ടായിട്ട് നമുക്ക് ടേബിളിൻ്റെ ഓരോ ഓപ്ഷൻസ് തരുന്നത് വെർട്ടിക്കൽ ടേബിൾസ് ആണ്. അല്ലാതെ നമുക്ക് ഹൊറിസോണ്ടൽ ടേബിൾസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. കണ്ടറിയാം, കണ്ടോ? അതിന് ഹെഡേഴ്സ് അല്ലാതെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കാരണം കണ്ട, ഇതൊക്കെ ഹെഡേഴ്സ് ആയിട്ടാണ് എക്സൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ടേബിൾസ് ഉള്ള ഓപ്ഷൻസ് ഇല്ല. എന്നാലും നമുക്ക് ഒരു വീഡിയോസ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ വെർട്ടിക്കൽ ലുക്കപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ എംപ്ലോയി ഐ ഡി ഉണ്ട് 12 13 19 കൊടുക്കുക. 19 25 പിന്നെ 21 കൊടുക്കുക. ഓക്കെ, ഇത് സിമ്പിളാണ്. ഇതിൽ നിന്ന് ഇത് കുറച്ച് ഡാറ്റാസ് ഉള്ളൂ. നമുക്കിത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം, നോക്കിയാൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇതൊരു ലാക്സ് ഓഫ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് എംപ്ലോയി ഐ ഡി എന്നുണ്ട്, എംപ്ലോയി നെയിം എത്രയാണ്. ഇതിലിപ്പോൾ 12 ആണെങ്കിൽ 12 സുഖമാണ്. 12 എത്ര, എംപ്ലോയി നെയിം എത്ര, ആഷിക്കാണ്, സിമ്പിളാണ്. പക്ഷേ ഇതൊരു 4500 കിടക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ വെർട്ടിക്കൽ ലുക്കപ്പൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരിക്കലും ഫോർമുലാസ് കാണാപ്പാടം പഠിക്കരുത്. ഫോർമുലാസിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവണം. വി ലുക്കപ്പ് എങ്ങനെ ഉപയോഗിക്കാം, എവിടെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം പഠിച്ചേക്കുക. ഫോർമുല ഒരിക്കലും കാണാപ്പാടം പഠിച്ചേക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ എക്സൽ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഒരു ഫോർമുല ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ വി ലുക്കപ്പ്. ഓക്കെ, ടാബ് അടിച്ചാൽ അത് മൊത്തം വരും, ഓപ്പൺ ബ്രാക്കറ്റും വരും. ഓക്കെ, ലുക്കപ്പ് വാല്യൂ നമ്മൾ എന്താണ് ലുക്കപ്പ് ചെയ്യാൻ പോകുന്നത്? 12. അത് എംപ്ലോയി ഐ ഡി എന്നുള്ളത് എക്സലിൽ തന്നെ കണ്ടുപിടിച്ച് നമുക്കിപ്പോൾ മാനുവലി ടൈപ്പ് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ എത്രയാണ്? I2 ഉണ്ട്. ആ I2 അടിച്ചപ്പോൾ എക്സൽ അതിലൊരു ബ്ലൂ കളറിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ നമ്പർ എന്നുള്ളത്. പിന്നെ ടേബിൾ അറേ, നമ്മൾ ഏത് ടേബിളിലാണ് നോക്കുന്നത്. അപ്പോൾ എംപ്ലോയി ഐ ഡി മുതൽ എംപ്ലോയി ഐ ഡി മുതൽ A1 2 എന്നുള്ളതിനെ 2 കുത്താനിടുക. ഓക്കെ, A1 2 F16 പെക്സിൽ റെഡ് കളറിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, കോമ. നമ്മൾ ലുക്കപ്പ് ചെയ്യണ വാല്യൂ ഏതിലാണുള്ളത്? ഇതിപ്പോൾ അറേ എന്ന് വെച്ചാൽ ഒരു ഇതാണ്. ഇപ്പോൾ അറേ ഈ ഒരു എംപ്ലോയി ഐ ഡി എന്നുള്ള ഇവിടെ തിരിച്ചു. അപ്പോൾ കോളം 1 ഇതാണ്. ഓക്കെ, കോളം ഇൻഡെക്സ് നമ്പർ ഇൻ കേസ് നമ്മുടെ കേസിലിപ്പോൾ കോളം ഇൻഡെക്സ് നമ്പർ 1 2 3 4 5 6. ഓക്കെ, നമ്മുടെ കേസിലിപ്പോൾ കോളം ഇൻഡെക്സ് നമ്പർ 2 ആണ്. 1 2 എംപ്ലോയി നെയിം. ഓക്കെ, 2 കോമ. നമുക്ക് അപ്രോക്സിമേറ്റ് മാച്ച് ആണെങ്കിൽ ട്രൂ എന്ന് കൊടുക്കാം. ഏകദേശം ഇപ്പോൾ 12 ആഷിക്കാണ്, അതിന് പകരം വേറെ വലിയൊരു ഒരു അപ്രോക്സിമേറ്റ് മാച്ച് നമുക്ക്. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് കറക്റ്റ് അബ്സല്യൂട്ട് മാച്ചാണ്, എക്സാക്റ്റ് മാച്ചാണ്. അതിന് നമ്മൾ ഫോൾസ് കൊടുക്കുക. ഓക്കെ, ഫോൾസ്. ഓക്കെ, അപ്പോൾ ആഷിക്ക്. ഓക്കെ, ഇത് എക്സൽ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഡാറ്റാസ് ഒന്നുമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ 13 ലാലാണ്. 13 ലാൽ. ഓക്കെ, 13 ലാൽ. 25 ശ്രീരാഗാണ്. 25 ശ്രീരാഗ്. ഓക്കെ, ഇതിപ്പോൾ 21 മാറ്റിയിട്ട് ഞാനിപ്പോൾ 17 സെലക്ട് ചെയ്താൽ ഫിറോസ്. 17 ഫിറോസ് വന്നു. ഓക്കെ,
ഇതിപ്പോൾ ഓക്കെ അങ്ങനെ ഇതിനിപ്പോൾ നമുക്കിപ്പോൾ എംപ്ലോയി നെയിം മാറ്റിയിട്ട് യൂണിറ്റ് സോൾഡ് കൊടുക്കാം. യൂണിറ്റ്സ് സോൾഡ് ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യണോ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കോളാണ് വേണ്ടി. അപ്പോൾ നമ്മൾ കോളം ഇൻഡെക്സ് നമ്പർ മാറ്റിയിട്ട് 4 ആക്കുന്നു. അപ്പോൾ യൂണിറ്റ് സോൾഡ് മാറി വരുന്നു. ഇത് ഓട്ടോഫിൽ ഫംഗ്ഷൻ കാരണമാണ് ആ ഒരു സാധനം വരുന്നത്. ഓക്കെ ആടാ. അപ്പോൾ ഓട്ടോഫിൽ ഫംഗ്ഷൻ ഇല്ല. ഓക്കെ അപ്പോൾ ഇങ്ങനെ ആക്കുക. ഓക്കെ വന്നു കറക്റ്റ് ആയിട്ട് കണ്ട. ഇതെന്താ വീലൊക്കെ പോയിട്ട് കറക്റ്റ് ആണല്ലോ, ഒരു കുഴപ്പമില്ല. 12 ആണ്. 55 സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏരിയ നോക്കാം. ഏരിയ അപ്പോൾ ഈ സാധനം മാറ്റിയിട്ട് കോളം ഇൻഡെക്സ് നമ്പർ മാറ്റിയിട്ട് 1 2 3 4 1 2 3 3 ആക്കാം. ഓക്കെ കുന്നോളം. ഇതിപ്പോൾ ഓട്ടോഫിൽ ഫംഗ്ഷൻ ഓറൈറ്റ് വേണ്ട. ഓട്ടോഫിൽ ഫംഗ്ഷൻ അടിച്ചു കൊടുത്താൽ കാരണം ആ ഓട്ടോമാറ്റ് ചെയ്തോളും. ഇപ്പോൾ തൃശ്ശൂരാണ്. 19 ആരവിടെ, 19 ആളവിടെ കൊച്ചി. ഓക്കെ ഇതാണ് വെർട്ടിക്കൽ ലുക്കപ്പ്. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വരും ക്ലാസ്സിൽ ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിളായിട്ട് ഇങ്ങനെ മെല്ലെ പഠിച്ചിട്ട് വരാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കാം നമ്മുടെ എച്ച് ലുക്കപ്പാണ്. എച്ച് ലുക്കപ്പ് നമ്മുടെ ടേബിൾ ഇപ്പോൾ വെർട്ടിക്കൽസിലാണ്. ഏറ്റവും ബെസ്റ്റ് വെർട്ടിക്കലിലാണ്. ഏറ്റവും കൂടുതലും ടേബിൾസ് വെർട്ടിക്കലിലാണ് ഉണ്ടാവുക. ഇൻ സം കേസ് ചിലപ്പോൾ നമുക്ക് വെർട്ടിക്കൽ അല്ല എച്ച് ലുക്കപ്പ് നോക്കേണ്ടി വരും. ഹൊറിസോണ്ടലാണ് നമ്മൾ ടേബിൾ അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റാസ് ഹൊറിസോണ്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് ലുക്കപ്പ് നോക്കാം. അപ്പോൾ എച്ച് ലുക്കപ്പ് നോക്കുമ്പോൾ എംപ്ലോയി ഐ ഡി പിന്നെ എംപ്ലോയി ഐ ഡിയും ഏരിയ നോക്കാം. അപ്പോൾ എംപ്ലോയി ഐ ഡി ഏരിയ. ഓക്കെ ഓക്കെ ഇതൊരു എംപ്ലോയി ഐ ഡി വെച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം എന്നാണ്. ഓക്കെ എംപ്ലോയി ഐ ഡി 15 16 19 പിന്നെ എത്ര കൊടുക്കുക? ഒരു 23 കൊടുക്കാം. 4 ആൾക്കാരാണ് പിടിക്കുക. ഓക്കെ നമുക്കൊരു ബോർഡർ കൊടുക്കാം. ഔട്ട്സൈഡ് ബോർഡേഴ്സ് അല്ല ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. ഇവരെ നമുക്ക് ഒരു കുറച്ചുകൂടെ ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ബ്ലൂയുടെ കുറച്ചുകൂടെ ലൈറ്റ് ഡാർക്ക് കുറച്ചുകൂടെ ലൈറ്റ് ബ്ലൂ. ഓക്കെ അപ്പോൾ നമ്മൾ ഫോർമുല അടിയുമ്പോൾ ഈക്വൽ ടു എച്ച് ലുക്കപ്പ്. ഞാൻ ടാബ് അടിക്കണോ? ലുക്കപ്പ് വാല്യൂ എത്രയാണ്? 15 ആണ്. ടേബിൾ എവിടെയാണ്? ഇതാണ് ടേബിൾ അറേ. ഓക്കെ അയ്യോ ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്ത് ലുക്കപ്പ് വാല്യൂ എത്രയാണ്? ഓക്കെ C12 ആണ്. കോമ ടേബിൾ അറേ. ഓക്കെ കോമ റോ ഇൻഡെക്സ് നമ്പർ ഏതാണ്? നമ്മൾ ഏതാ കണ്ടുപിടിക്കാൻ പോണ്? എംപ്ലോയി ഏരിയ 3. ഓക്കെ കോമ മാച്ച് ഫോൾസ്. എക്സാക്റ്റ് മാച്ച് വേണം. അതാണ് നമ്മൾ ഫോൾസ്. ഓക്കെ കൊച്ചി കണ്ട. അപ്പോൾ എച്ച് ലുക്കപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിരിക്കണം. ഓക്കെ അപ്പോൾ നമ്മുടെ എംപ്ലോയി നമ്പർ എംപ്ലോയി ഐ ഡി 15 ആണ്. എംപ്ലോയി ഐ ഡി ഏരിയ കൊച്ചിയിലാണ്. അപ്പോൾ എച്ച് ലുക്കപ്പും എക്സ് ലുക്കപ്പും മനസ്സിലാവുന്നതാണ്. 23 എംപ്ലോയി ഐ ഡി 23. അപ്പോൾ 23ാമത്തെ എംപ്ലോയി ഐ ഡിയുടെ ഏരിയ എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ പൊന്നാനി 16 പൊന്നാനി. ഓക്കെ ഇനിയിപ്പോൾ അത് നെയിം ആക്കണമെന്നുണ്ടെങ്കിൽ നെയിം. ഓക്കെ അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇതിൽ ഈ ഇൻഡെക്സ് നമ്പർ കൊണ്ട് മാറ്റിയിട്ട് റോ ഇൻഡെക്സ് നമ്പർ മാറ്റിയിട്ട് 2 ആക്കാം. ഓക്കെ അപ്പോൾ മാലിക് 15ാമത്തെ ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് ഇത് മാറ്റുമ്പോൾ ഈ നെയിം ഏരിയ ഇതൊക്കെ മാറ്റുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് മാറില്ലേന്ന്. അത് മാറും. പക്ഷേ അതിനാണ് നമുക്ക് മാച്ച് ഫങ്ഷൻ ഉണ്ട്. മാച്ച് ഫോർമുല മാച്ച് ഫങ്ഷൻ. ഓക്കെ മാച്ച് ഫങ്ഷൻ എന്നുള്ളതുണ്ട്. അത് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ ഇപ്പോൾ ജസ്റ്റ് വീലക്കപ്പും ചിലപ്പോൾ ലുക്കപ്പും മനസ്സിലായിരിക്കും. ഓക്കെ താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.